ഇന്നത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അഖിലേട്ടൻ പറയുന്നത് മുടി വെട്ടാനായിട്ട് നാച്ചുറൽസിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽസിൽ വന്നിട്ട് ദാണ്ടെ ആൾ പോയി മുടി വെട്ടാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. നമ്മളിവിടെ വന്നിട്ട് കഴിഞ്ഞുകൊണ്ട് ചെയ്ത് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്തവണ ഇവിടെ വന്നത്. അങ്ങനെ മുടിയെല്ലാം വെട്ടി സെറ്റപ്പായി ഗെറ്റപ്പായി ദാണ്ട് ഇറങ്ങി വന്നു. എന്നിട്ട് 100 തവണ ഇങ്ങനെ കണ്ണാടി വെക്കുന്ന സ്വഭാവം എൻ്റെ ഭർത്താവിനുണ്ട്. അപ്പോൾ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എന്നോട് വന്നിട്ട് ചോദിച്ചു കൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേന്നേരം വീട്ടിലോട്ട് പോവാണേ. മഴക്കാറ് കണ്ടോ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയൊന്ന് പൊടിഞ്ഞായിരുന്നു. പോകുന്ന വഴിക്ക് കസിൻ്റെ പിള്ളേരെ കണ്ടു. അവരിപ്പം സ്കൂളിലാത്തതുകൊണ്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുക. പിന്നെ അവരെ നമ്മൾ കൂട്ടി വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് ഒളിച്ചും പാത്തോടെ കളിച്ചിട്ട് അച്ഛൻ അവിടെ കിടന്ന് അച്ഛൻ്റെ മക്കിട്ട് കയറി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അഖിലേട്ടൻ്റെ. അപ്പോൾ അതേ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അത് മഴയൊന്ന് കുറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഇത്രയും വെള്ളം. ഇതിപ്പോൾ ഇന്ന് കൂടി കാണുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അമ്മ വീട്ടിൽ ചെന്നപ്പോഴോ അവരുടെ ബാക്കിലത്തെ പറമ്പിൽ നിറച്ച് വെള്ളം. അപ്പം അടുത്തുള്ള പൊയ്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ വീടിൻ്റെ ഫ്രണ്ടിലെ വെള്ളമാണ് നിങ്ങളീ കാണുന്നത്. വെള്ളം കാണുമ്പോൾ എപ്പോഴും ഒരു ഹരമാണല്ലോ. അതാണ് ഇവൻ കണ്ട വെള്ളത്തിൽ നിന്ന് കയറിയിട്ടേ ഇല്ല. അങ്ങനെ തന്നെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി തുടിച്ച് കളിച്ച് നടക്കുമായിരുന്നു. കറക്റ്റ് അവരുടെ ലെവലിലുള്ളൊരു വെള്ളമായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബോട്ടൊക്കെ ഒഴുകിയിട്ട് ഈ ബോട്ടൊക്കെ ഒഴുകുന്നുണ്ടപ്പോൾ പണ്ട് മഴ പെയ്യുമ്പം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കയറത്തില്ല. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ച പോലെ അങ്ങ് പോവും പിള്ളേരെല്ലാം കൂടെ. അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, നമ്മളാണല്ലോ അങ്ങനെ തന്നെ. നമ്മളിവിടെ ഇത്രയും വലിയ കുഴപ്പമില്ലാതെ വെള്ളമുണ്ട്. എന്നാൽ ഇതുപോലും കഷ്ടമായിട്ട് വെള്ളം കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ഭയങ്കര സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. മാക്സിമം വെള്ളത്തിൽ അധികം ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ കണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ചിങ്ങ് കയറി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മളും പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സേഫായിട്ടും അലേർട്ടായിട്ടും ഇരിക്കുക.